ഇന്ന് ലോകത്ത് ഏത് സർക്കാരായാലും ജനങ്ങളായാലും പ്രബുദ്ധരാണെന്ന് പറയുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചാൽ എല്ലാവരും കൊണ്ട് കൊടുക്കാൻ, ജീവിച്ചിരിക്കുമ്പോൾ ആരും ഉണ്ടാവൂല. നമ്മൾ മരണ വീട്ടിൽ പോയിട്ട് എങ്ങനെയാ ചോദിക്കുന്നേ? മരണ വീട്ടിൽ ചെന്നാൽ മരണ വീട്ടിൽ മയ്യത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഫ്രണ്ടിൽ നിൽക്കാൻ, നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുക? ഞാൻ ചോദിക്കുന്ന 2 ചോദ്യമാണ്. ഒന്ന്, എപ്പോൾ മരിച്ചു? ഇപ്പം അങ്ങോട്ട് മരിച്ചേ ഉള്ളൂ. എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? എന്തായിരുന്നു മരിക്കാൻ കാരണം? എല്ലാവരും മരിക്കാനുള്ള കാരണം ചോദിക്കും. എങ്ങനെ മരിച്ചു? എങ്ങനെ ഇത്രയും നാളവൻ ജീവിച്ചു എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? നമ്മളെപ്പോലെ മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ അവർക്കും അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉള്ളതല്ലേ? ഈ രാജ്യത്ത് വായുവും വെളിച്ചവും പോലെ ഈ ലോകത്ത് സർവ്വതും അവർക്കും ഒഴുകിയെത്തേണ്ടതല്ലേ? ഇതെല്ലാം ചില ആളുകൾ വെട്ടിപ്പിടിച്ചു വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആഖിറത്തിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ ഭയാനകരമാണ്. ആരും ആരെയും സഹായിക്കൂല. ഇവിടെ ആരും സഹായിക്കൂല, ആഖിറത്തിൽ ഒട്ടും സഹായിക്കൂല. ആ സമയത്തിന്റെ ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചെറുപ്പക്കാരാ, അവിടെ നിനക്ക് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ പോലും ആരും ഉണ്ടാവൂല, പിന്നെയല്ലേ ആഖിറത്തിൽ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വലിയ വിജയം നിന്നെ തേടിയിരിക്കുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ ജന്നാത്തും തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തരുവി ഒഴുകുന്ന അനുഗ്രഹീതമായ സ്വർഗമാണ്. അത് ദാലിക്കൽ ഫൗസുൽ കബീർ, അത് വലിയ വിജയത്തിൻ്റെ അടയാളമാണ്.